പ്രിയപ്പെട്ട ഡൊണാൾഡ് ട്രംപ്, ലോക പോലീസിൻ്റെ യജമാനായ അങ്ങ് ആദ്യം ചെയ്യേണ്ടത് ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളിൽ അവരുടെ തനതായ സംസ്കാരം തകർക്കുന്നതിന് പകരം എല്ലാവരെയും കൺവേർട്ട് ചെയ്ത് ക്രിസ്ത്യാനിറ്റിയിലേക്ക് മാറ്റുന്നതിന് പകരം അങ്ങ് ആദ്യം ചെയ്യേണ്ടത് അങ്ങയുടെ നാട്ടിലെ അവിശ്വാസികളെ വിശ്വാസികളാക്കി മാറ്റൂ. പള്ളികളും മറ്റും പബ്ബുകളാകാതെ നോക്കൂ. ഈ സ്ത്രീ അവിടെ സംസ്കാരം, ബൈബിളിൽ പറഞ്ഞതുപോലത്തെ സംസ്കാരം അവിടെ നടപ്പിലാക്കൂ. അതാണ് അങ്ങ് ചെയ്യേണ്ടത്. ഇല്ലാതെ ഇന്ത്യ പോലെ സുരക്ഷിതമായ, അതായത് വളരെ നിശ്ചയദാർഢ്യത്തോട് നിൽക്കുന്ന ഒരു രാജ്യത്ത് അവിടുത്തെ സംസ്കാരം, അതായത് സനാതന സംസ്കാരത്തിനെ തച്ചുടച്ച് അവിടുത്തെ സംസ്ഥാനങ്ങളിലേക്ക് പ്രശ്നങ്ങളുണ്ടാക്കി, കലാപങ്ങളുണ്ടാക്കി അവിടെ മതം മാറ്റുക എന്നുള്ളതല്ല ചെയ്യേണ്ടത്. അങ്ങയുടെ നാട്ടിൽ നിന്നും ആൾക്കാർ വരുന്നുണ്ടല്ലോ, ആരും അറിയുന്നില്ല എന്നായിരിക്കും അല്ലേ? ഇന്ത്യ കുറച്ചുകൂടെ ബുദ്ധിയുള്ള രാജ്യമായിട്ട് മാറി. ഇപ്പോൾ അവർ വെറും എന്തു പറയുക, സന്യാസ ധർമ്മത്തിൽ നിന്നൊക്കെ മാറി അവർ ക്രിയായോഗത്തിൽ ചലിക്കുന്ന ആൾക്കാരായിട്ട് മാറി. ഞങ്ങളുടെ വേദഗ്രന്ഥം എന്ന് പറയുന്നത് ഭഗവത്ഗീതയാണ്. കൃഷ്ണൻ ഞങ്ങളോട് പറഞ്ഞത് ഉണർന്ന് പ്രവർത്തിക്കുക എന്നാണ്. ഞങ്ങളിപ്പോൾ ഉണർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങി. അതിന് പറ്റിയ ഒരു ഭരണാധികാരിയെ ഞങ്ങൾക്ക് കിട്ടി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ തിരിച്ചറിയും. ഞങ്ങൾക്കെതിരായിട്ടുള്ള ഏത് നീക്കം വന്നാലും ഞങ്ങൾ തിരിച്ചറിയും, അതിനെ തച്ചുടയ്ക്കുകയും ചെയ്യും. അങ്ങനെ എന്തെല്ലാം രഹസ്യ ആൾക്കാരെ വിട്ടാലും സ്പൈകളെ വിട്ടാലും അങ്ങക്ക് ഞങ്ങളുടെ സംസ്കാരം മാറ്റിയെടുക്കാൻ പറ്റില്ല. ഒരു സനാതന ധർമ്മി അല്ലെങ്കിൽ ഒരു ഹിന്ദുവെങ്കിലും ഇവിടെ ജീവിച്ചിരിക്കുന്ന കാലത്തോളം അല്ലയോ ലോക പോലീസെ, അങ്ങക്ക് ഈ നാട്ടിനെ തച്ചുടയ്ക്കാൻ പറ്റില്ല. പിന്നെ ഡോളറിനെ തൊട്ട് കളിച്ചു എന്നുള്ളതാണല്ലോ അങ്ങയുടെ പ്രശ്നം. എന്നും അങ്ങ് വിചാരിക്കുന്നുണ്ടോ ഈ ലോകത്തെ എല്ലാം സ്റ്റേബിളാണെന്ന്? ഇല്ല, ലോകത്തുള്ള എല്ലാം ചേഞ്ചസിന് വിധേയമായിക്കൊണ്ടിരിക്കും. അങ്ങ് യഥാർത്ഥത്തിൽ ഒരു ക്രിസ്ത്യൻ വിശ്വാസിയാണോ, ക്രിസ്ത്യാനിയാണോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല. ബൈബിളിൽ വിശ്വസിക്കുന്ന ഒരാളാണോ? ആ ബൈബിളിൽ പറയുന്ന, പുതിയ നിയമത്തിൽ പറയുന്ന നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കുന്ന ഒരാളാണോ? എങ്കിലെന്തുകൊണ്ടാണ് അങ്ങ് ഈ അക്രമമായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടുന്നത്? ക്രിസ്തു അങ്ങനെയാണോ പറഞ്ഞത്? അങ്ങേക്കൊരു നൊബേൽ പ്രൈസ് കിട്ടാൻ, അതായത് പീസിന് വേണ്ടിയുള്ള നൊബേൽ പ്രൈസ് കിട്ടാൻ വേണ്ടി അങ്ങ് എത്രയധികം കഠിനാധ്വാനം ചെയ്യുന്നു. അത് കിട്ടുമെന്ന് ഉറപ്പുണ്ടോ? മറ്റ് രാജ്യങ്ങളെ ഉപദ്രവിച്ചും മറ്റ് രാജ്യങ്ങളുടെ സംസ്കാരങ്ങളെ തകർത്തും അവിടെയൊക്കെ അങ്ങയുടെ വിശ്വാസം പകർത്തിയും ഒക്കെ വേണോ ഇതൊക്കെ ചെയ്യാനായിട്ട്? എനിക്കൊരു സംശയമാണ്. അങ്ങ് വലിയ ആളാണ്, CIA ആളാണ്, ഒക്കെയാണ്. എനിക്കതുകൊണ്ട് ചിലപ്പോൾ എൻ്റെ ചുറ്റും നിൽക്കുന്ന എൻ്റെ ഈ ചുമരുകൾക്ക് പോലും കാതുണ്ടാവാം. അതുകൊണ്ട് ഞാൻ പറയുന്നത് എനിക്ക് പേടിയുണ്ട്, എന്നാലും ഞാൻ പറയുകയാണ്. ഒരു സനാതന ധർമ്മ വിശ്വാസി എന്നുള്ള രീതിയിൽ ഞാൻ പറയുകയാണ്. ഇവിടെ ഒരു സനാതന ധർമ്മ വിശ്വാസിയെങ്കിലും ഉണ്ടെങ്കിൽ, ഒരാൾ മതി ഉണ്ടെങ്കിൽ നിങ്ങൾക്കിവിടെ ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല. പിന്നെ അങ്ങയുടെ ലക്ഷ്യം മോദിജിയാണെങ്കിൽ അതങ്ങ് ആ കഞ്ഞിയങ്ങ് മാറ്റി വയ്ക്കുന്നതായിരിക്കും നല്ലത്. മോദിജി സർവശ്രേഷ്ഠനായ ഒരു സന്യാസിവരനും അതുപോലെ തന്നെ ഒരു ഉഗ്ര പോരാളിയുമാണ്. രണ്ടും ചേർന്നത്, അർജുനനും കൃഷ്ണനും ചേർന്ന ഒരാളാണ് മോദിജി. അദ്ദേഹത്തെ തൊടാനായിട്ട് അങ്ങേക്ക് പറ്റില്ല. പിന്നെ എന്താണ് അങ്ങയുടെ ഉദ്ദേശം? ഇവിടെ കുറേ താരിഫുകൾ ഏർപ്പെടുത്തി ഞങ്ങളുടെ പ്രോഡക്റ്റ്സ് വരാൻ പറ്റാതെ വരിക. ഞങ്ങളിവിടെ ഇന്ത്യയിൽ വിൽക്കും, ഇന്ത്യയിൽ വിറ്റ് ഞങ്ങൾ ഇന്ത്യയിൽ കാശാക്കും. പിന്നെ അങ്ങനെ പറയുന്നുണ്ടല്ലോ അങ്ങയുടെ രാജ്യം. ശരിയാണ്, ഞങ്ങൾ അമേരിക്ക ഒരു കാലത്തും ഇന്ത്യയെ തുണച്ചിട്ടില്ല. ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് പോലും അമേരിക്ക ഇന്ത്യക്കെതിരായിട്ട് പാകിസ്ഥാന് വേണ്ടി നിലകൊണ്ട ഒരു രാജ്യമാണ്. അങ്ങ് എന്താണ് പാകിസ്ഥാനിൽ ഇത്ര മഹത്വം കാണുന്നത്? പരസ്പരം വെടിവെച്ച് കൊല്ലുന്നതോ? അതോ നിസ്കരിക്കുന്ന സമയത്ത് ബാക്കിൽ കൂടെ വന്ന് കഴുത്ത് വെട്ടുന്നതും വെടിവെക്കുന്നതുമാണോ? സ്വന്തം മതക്കാരെ കൊല്ലുന്നതാണോ പാകിസ്ഥാനിൽ അങ്ങ് കണ്ട ഒരു വലിയ കാര്യം? അങ്ങ് കുറച്ചുകൂടെ വിവേകപൂർവ്വം ചിന്തിക്കുക. എന്താണ് വേണ്ടത്, എവിടെയാണ് വേണ്ടത്? വീണ്ടും ഇന്ത്യയുമായി ഒരു സൗഹൃദം സ്ഥാപിച്ചെടുക്കുക. ഇല്ലാതെ ഇന്ത്യയിലെ രാഷ്ട്രീയ തലവന്മാരെ വകവരുത്താനും അതുപോലെ തന്നെ ഇന്ത്യയിൽ ഹിന്ദുയിസം എന്ന് പറയുന്ന ആ കൾച്ചർ ഇല്ലാതാക്കാനും അങ്ങ് ശ്രമിക്കേണ്ട കാര്യമില്ല. അതിനുവേണ്ടി മിഷണറി രൂപത്തിൽ ആരും വിടേണ്ടയും കാര്യമില്ല. നോക്കൂ, ഞങ്ങൾ ആരെല്ലാം വന്നാലും എന്തെല്ലാം മിഷണറീസ് വന്നാലും ഇപ്പോൾ ഇന്ത്യൻ ജനത ഉണർന്നു കഴിഞ്ഞു. അവർ ബുദ്ധിപൂർവ്വം ഉണർന്നു കഴിഞ്ഞു. ഞങ്ങൾക്കെല്ലാം മനസ്സിലായി. പഴയ കാലത്തെ രാജാക്കന്മാർ സായിപ്പിൻ്റെ
ഉറപ്പ് കണ്ടും അതുപോലെ തന്നെ വരുന്നവർക്കൊക്കെ ഔദാര്യപൂർവ്വം എല്ലാം നൽകിക്കൊണ്ടിരുന്നു. അപ്പോൾ അവർ വ്യവസായത്തിന് വന്നവർ ഇവിടുത്തെ റൂളേഴ്സായിട്ട് മാറി. ഇവിടുത്തെ ക്ഷേത്രങ്ങളും അതുപോലെ സംസ്കാരവും തച്ചുടച്ചു. അതുപോലെ തന്നെ ഇവിടുത്തെ സ്ത്രീകളെ ബലാത്സംഗം ചെയ്തും ഇവിടുത്തെ സംസ്കാരങ്ങളെ തച്ചുടച്ചും ഇല്ലങ്ങളും വീടുകളും തച്ചുടച്ചും ഈ കൊച്ചു കേരളത്തിൽ പോലും പലതരം കാര്യങ്ങളുണ്ടാക്കി. പക്ഷേ ഇനി അത് നടപ്പില്ല. ഇനി ഏതൊക്കെ രാജ്യത്തിൽ നിന്നും കോടികൾ ഒഴുകിയെത്തിയാലും, മില്യൺസ് ഒഴുകിയെത്തിയാലും, ബില്യൺസ് ഒഴുകിയെത്തിയാലും, അല്ല ട്രില്യൺസ് ഒഴുകിയെത്തിയാലും ഇവിടുത്തെ ഒരാളിൻ്റെ മനസ്സിനെ കൺവേർട്ട് ചെയ്യാൻ അത് പറ്റില്ല. അത് മനസ്സിലാക്കുക. ഇവിടെ ഒരു കാര്യം ഗവൺമെൻറ് ചെയ്യേണ്ടതുണ്ട്. ഈ മതപരിവർത്തനം അത് പൂർണ്ണമായിട്ട് നിർത്തലാക്കുക. ആദിവാസികൾ ഞങ്ങളുടെ സത്തയാണ്, ഞങ്ങളുടെ ഹൃദയമാണ്. അവരെ വ്യത്യാസപ്പെടുത്തി വേറൊരു മതത്തിലേക്ക് മാറ്റുന്നത് അവർ വിചാരിക്കും, അയ്യോ ഞങ്ങൾ വലിയ പദവി കിട്ടും, ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് കുറേ ആനുകൂല്യം കിട്ടും. ഒന്നും കിട്ടാൻ പറ്റില്ല. പോരന് കഞ്ഞി കൊമ്പിളി തന്നെയാണ്. അതവർ മനസ്സിലാക്കട്ടെ. ഇവിടുത്തെ കുറച്ച് പട്ടികവർഗ്ഗക്കാരും മറ്റും മനസ്സിലാക്കട്ടെ. പോരൻ്റെ കഞ്ഞി കൊമ്പിളി തന്നെ ഏത് മതത്തിലേക്ക് പോയാലും. നിങ്ങളവരെ ഏതിലേക്ക്, നിങ്ങൾ റോമൻ കാത്തലിക്സിലേക്ക് മാറ്റുമോ, അല്ലെങ്കിൽ CSIയിലേക്ക് മാറ്റുമോ? ഒന്നുമില്ലല്ലോ. അവർ ലാറ്റിൻ കാത്തലിക്സ് എന്നോ അല്ലെങ്കിൽ കൺവേർട്ട് ചെയ്യപ്പെട്ട ഒരു ഗ്രൂപ്പായിട്ട് തന്നെ നിലനിൽക്കും. പിന്നെ എന്തിനാ സ്വധർമ്മം വെടിഞ്ഞ് മറ്റുള്ളിടത്തേക്ക് പോകുന്നത്? എച്ചിൽ തിന്നാൻ പോകേണ്ട കാര്യമുണ്ടോ? ഈ പറയുന്ന ഞാൻ ദിവസവും ബൈബിൾ വായിക്കുന്ന ആളാണ്. പക്ഷേ ഒരാൾ എൻ്റെ അടുത്ത് ബൈബിളിൻ്റെ ലീഫ്ലെറ്റുമായിട്ടൊരു പെന്തക്കോസുകാരൻ വന്നാൽ ഞാനത് മാറ്റി നിർത്തുകയാണ് ചെയ്യുന്നത്. കാരണം അങ്ങനെ ചെയ്യാൻ പാടില്ല. എൻ്റെ മതത്തിൽ നിന്നുകൊണ്ട് ഞാൻ ക്രിസ്തുവിനെ എൻ്റെ സ്നേഹിതനായി കണ്ട്, ഞാൻ എൻ്റെ കാര്യങ്ങൾ തുറന്ന് പറയാൻ പറ്റുന്ന ഒരു സുഹൃത്തായി കണ്ട്, എനിക്ക് വളരെയധികം മനസ്സിന് സമാധാനം തരുന്ന ഒരു സുഹൃത്തായി കണ്ട് ഞാൻ ആരാധിക്കുന്നു. അതിനെ തടയാൻ നിങ്ങൾക്ക് പറ്റുമോ? ഇല്ല. കാരണം എന്താണ്? ഞാൻ സനാതനധർമ്മിയാണ്, ഞാൻ ഹിന്ദു വിശ്വാസിയാണ്. എനിക്ക് എവിടെയും വിശ്വസിക്കാം. അതുപോലെ നമ്മൾ NHലൂടെ പോകുമ്പോൾ കടുവാത്തങ്ങളുടെ പള്ളിയുടെ അവിടെ ഞാൻ നാണയം എറിയുന്നു. അതെൻ്റെ വിശ്വാസമാണ്. അവിടെ മുസ്ലിം ഒരു ഖബറാണെങ്കിൽ പോലും ഞാനൊരു മുസ്ലിം പള്ളിയുടെ അവിടെ ചെല്ലുമ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട്. കാരണം എൻ്റെ ദൈവം എന്ന് പറയുന്നത് ലോകത്താകമാനമുള്ള പരബ്രഹ്മം അല്ലെങ്കിൽ ഏകമൂർത്തിയാണ്. അതിനകത്താണ് നിങ്ങൾ പറയുന്ന പിതാവും അതുപോലെ തന്നെ അള്ളാഹുവും ഒക്കെ വരുന്നത്. എനിക്ക് ആരെയും വിളിക്കാം, എൻ്റെ പടച്ചോനെ എന്ന് ഞാൻ വിളിച്ചെന്ന് പറഞ്ഞാൽ ആരും എൻ്റെ കഴുത്തെറുക്കാൻ വരില്ല. അതേസമയം എൻ്റെ ശിവനെ, എൻ്റെ കൃഷ്ണ, എൻ്റെ ജീസസ് എന്ന് വിളിച്ചാലും ആരും എന്നെ തൊടാൻ വരില്ല. അതായിരിക്കണം ഇന്ത്യ. അതാണ് ഇന്ത്യ. ആ സംസ്കാരത്തെ തച്ചുടച്ച് നിങ്ങളുടെ സ്വന്തമായിട്ട് കുറച്ച് റെസ്ട്രിക്റ്റഡായിട്ട്, അതായത് എന്തു പറയുക, ഈ ഒരു നാരോ മൈൻഡഡായിട്ട് മനുഷ്യരെ മാറ്റാതിരിക്കുക. അതിനുള്ള കലാപങ്ങൾ നിങ്ങൾ നഗരങ്ങളിൽ തുടങ്ങുകയാണെങ്കിൽ, പ്രത്യേകിച്ച് യുവജനങ്ങളിൽ തുടങ്ങുകയാണെങ്കിൽ ഒരു തിരിച്ചടി നിങ്ങൾക്കുറപ്പുണ്ട്. മനുഷ്യരുടെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കയ്യിൽ നിന്നും അതിനുള്ള പരിഹാരം, അതിൻ്റെ തിരിച്ചടി നിങ്ങൾ ഏൽക്കേണ്ടതായിട്ട് വരും. ആദ്യം സ്വന്തം രാജ്യത്തെ അവിശ്വാസികളെ മാറ്റുക, അതിനുശേഷം മാത്രം വേറൊരു രാജ്യത്തിലേക്ക് തിരിയുക. ഓക്കെ.